നല്ല തിളച്ചു മറിയുന്ന മീനച്ചൂടാണെങ്കിൽ അതിനും മേലെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട്. ചന്ദനത്തോപ്പിലാണ് ഈ റോഡിന്ന് കടക്കുമ്പോ ഞാനിപ്പോ നിൽക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂൻസി? കുണ്ട്ര. ആ റോഡ് കടന്നാൽ അപ്പൊ അങ്ങനെ പ്രത്യേകതയാണ് ചന്ദനത്തോപ്പിന്. അതുകൊണ്ട് ആവേശം ഉച്ചസ്ഥായിലാണ്. സമാധാനത്തോടെ സംസാരിക്കുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഓട്ടോക്കാരിൽ അവര് നമ്മൾ പറഞ്ഞു ഞങ്ങൾ പ്രതിനിധി ചേട്ടാ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ജീവിതമൊക്കെ എങ്ങനെ? സാറേ റിയാസ് പറയുന്നത് ഈ റോഡുകളെല്ലാം ശരിയാക്കിയെന്ന്. പക്ഷെ ഇവിടുന്ന് കുറച്ചങ്ങോട്ടൊന്ന് നടന്നു നോക്കണം. 10 വർഷമായി. 10 വർഷം. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ റോഡ് മോശമാണ്. ഞാൻ 2000 രൂപ വേണം ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ട് ശരിയാക്കണം. അതെന്താ അങ്ങനെ മോശമായി കിടക്കുന്നത്? ഈ ആട്ടോക്കാർ ഈ റോഡ് മാത്രമല്ല ഉപയോഗിക്കുന്ന, ഈ കേരളത്തിലെ പല റോഡുകളുണ്ട്, അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സംശയം ചോദിക്കട്ടെ, അല്ല ഇവിടെ അല്ല ഈ മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ചേട്ടൻ ചോദിക്കുന്ന പോലെ നമ്മുടെ കൊല്ലത്ത് മൊത്തം റോഡുകളുടെ അവസ്ഥ എന്താ? ഈ റോഡ് മാത്രമല്ല, അവിടെ 2-3 റോഡുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി 100 റോഡ് റെഡിയായി. ഒരുപാട് റോഡുണ്ട്. ആ റേഷൻ കടയുടെ അടുത്തുള്ള റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുക. ആ കുണ്ട്രം അവിടെ ആ റോഡ് തകർന്നു പൊളിഞ്ഞു കിടക്കുക. ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന റോഡല്ല. ഇവിടെ പണ്ട് വിശ്വനാഥിന്റെ കുണ്ട്ര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ കുഴിയത്തെ റോഡ് അനുവദിച്ചെന്ന് പറഞ്ഞ് പ്ലസ് ബോർഡ് വെച്ച് പറഞ്ഞിട്ടില്ല. മുളച്ചറ മാടങ്കാവിന്റെ റോഡ് 68 ലക്ഷം ഫ്ലെക്സാണ്. ഫ്ലെക്സിന്റെ പരിപാടിയാ കോൺഗ്രസ് എവിടെയും ചെയ്യുന്ന പരിപാടി. റോഡ് പൊളിഞ്ഞിടക്കുന്നതിനകത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ആ ഉദ്ഘാടനം ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞ് എയർപോർട്ട് ഉദ്ഘാടനം ചെയ്താൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് റോഡ് ഉദ്ഘാടനം ചെയ്തത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആര് ജയിക്കണമെന്നോ ചേട്ടന്റെ അഭിപ്രായം? ആര് ജയിച്ചാലും ഞങ്ങൾ റോഡ് നന്നായിക്കിട്ടേ. റോഡ് നന്നാക്കി വേറൊന്നുമല്ല, ഞങ്ങളെ വണ്ടിയുടെ പണിക്ക് ഫ്രണ്ട് പണിയുന്നതിന് 3000 രൂപ വേണം. ഇതിലെ കൂടെ 5 വട്ടം ഓടുമ്പോ വീണ്ടും പണിയാവും. നമ്മളെ 30 രൂപ ഓട്ടോ ആയിരിക്കും. എന്താണ് നമുക്കറിയത്തില്ല. ഇത് കൊറ്റങ്കര പഞ്ചായത്ത്, ഇത് കൊറ്റങ്കര പഞ്ചായത്ത്, ഇത് കോർപ്പറേഷൻ, ഇത് പെരിനാട് പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തിലായിട്ടുണ്ടല്ലോ ഒറ്റ റോഡിന്റെ കാര്യമാണ് പറയുന്നത്. ഈ കോർപ്പറേഷൻ, ഈ റോഡ് പൂർണ്ണമായിട്ട് കോർപ്പറേഷനാ. കോർപ്പറേഷൻ ചെയ്യാം. ഇവിടുന്ന് തുടങ്ങി പക്ഷേ LDF അല്ല, ഇവിടുത്തെ മെമ്പർ ഉണ്ടല്ലോ, കൗൺസിലർ കുറ്റവാളിത്തം ഇല്ലയോ? SDPI കൗൺസിലറാ. അവിടുത്തെ കൗൺസിലർ ഒന്നും ചെയ്തിട്ടില്ല. ബസ്സില്ല. റോഡിന്റെ വിഷയം തന്നെയാണ് സാർ. ഇവിടുന്ന് പാലുകാച്ചമ്മലയുടെ റോഡ് നോക്കാൻ പറ. പാലുകാച്ചമ്മലയുടെ അടിയന്തരം പാലുകാച്ച്, പിന്നെ കല്യാണം. MLA ഓഫീസ് ആടില്ല, ബിസിനസ്സില്ല. ഉണ്ടഞ്ചിറ മാടങ്കാവിന്റെ റോഡ് അനുവദിച്ചപ്പോഴത്തെ ഫ്ലക്സ് ബോർഡ് ബസ്സില്ല. ബസ്സിൽ 3 കിലോമീറ്റർ ഉണ്ട്. എല്ലാം റെഡിയായി. എല്ലാം റെഡിയായി. ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ഒരു പത്രസമ്മേളനം നടന്നു കൊല്ലത്ത്. ആ സമ്മേളനത്തിൽ പത്രക്കാര് PC വിഷ്ണു കഴിഞ്ഞ MLA കുണ്ട്ര MLA ചോദിച്ച് വികസനത്തെ കുറിച്ച് ചോദിച്ച് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച്. അപ്പോൾ പത്രക്കാർ വീണ്ടും ഇടപെട്ടപ്പോ പറഞ്ഞ് ഞാൻ പ്രതിപക്ഷ MLA ആണ്. ഹൈമാക്സ് ലൈറ്റ് സാറേ പഞ്ചായത്ത് മെമ്പർക്ക് പറ്റുന്നതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പറ്റുന്ന ഹൈമാക്സ് ലൈറ്റ്, അതല്ല വികസനം. അപ്പോഴേ അദ്ദേഹം അപ്പോഴത്തേക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന് ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ വികസനം ചെയ്തത് ഒരു MLA എന്ന് പറഞ്ഞ പ്രതിപക്ഷ MLA VK അബു. അറിയോ? മലപ്പുറത്ത് MLA. അദ്ദേഹം പ്രതിപക്ഷ MLA ആണ്. അദ്ദേഹമാണ് MLA-മാരുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ വികസനം ചെയ്ത MLA ആണ്, പ്രതിപക്ഷ MLA ആണ്. അപ്പം മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ മേൽപ്പാലം വരുമെന്ന് പറഞ്ഞു, വേറെ വന്നില്ല. എന്താ കൊല്ലത്തെ അവസ്ഥ? ഇനി LDF തന്നെ ഇവിടെ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാവും. 15 മാസക്കാലം വേറെ 500 രൂപ കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരാ 3000 രൂപ കൊടുക്കുന്നത്. ചൂട് പിടിക്കുകയാണ്. ചന്ദനത്തോപ്പിൽ നിന്നാണ് നമ്മൾ പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. നമുക്ക് മെയ് 4-ാം തീയതി അറിയാം കുണ്ട്രയിലെയും കൊല്ലത്തിന്റെയും വിധി. ബാക്ക് ടു ഫ്ലോർ ടു ബ്രേക്കിംഗ് അവേഴ്സ്.